السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد نظم في علم الله صلاة دائمة بدوام ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് സുദീർഘമായ ഒരു വിഷയം ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ധാരാളം സലാത്തുകൾ നാം ചൊല്ലണം. സലാത്തിലൂടെയാണ് നമുക്കുള്ള വിജയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് അവിടുത്തെ നേതാക്കൾ ആകുന്നത് യുവാക്കളിലുള്ള നേതാവ് ആരാണ്? യുവാക്കളിലുള്ള നേതാവ് ആരാണ്? യുവാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ നേതാവായി സ്വർഗത്തിലുണ്ടാകുക. സ്വർഗത്തിൽ ഓരോ നേതാക്കൾ ഉണ്ടാകും, എന്നാൽ യുവാക്കളിൽ വെച്ചിട്ടുള്ള ഒരു നേതാക്കന്മാർ ഉണ്ട്. അപ്പോൾ യുവാക്കളെ സംബന്ധിച്ച് നാം പഠിക്കണം. യുവാക്കളെ സംബന്ധിച്ച് വശാബുന ഷാഫിബത്തില്ല, ബുഖാരിയിലെ ഹദീസിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച് സ്വർഗത്തിൻ്റെ തണൽ, അർശിൻ്റെ തണൽ അവർക്ക് കിട്ടുന്നതാണ്. ഏത് വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വശാബുന ഷാഫിബത്തില്ലാൻ, അള്ളാഹുവിൻ്റെ ആരാധനയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന യുവാവ്. അവൻ ജോലി ചെയ്യുന്നുണ്ട്, അവൻ അധ്വാനിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ്. അവൻ്റെ നിന്ന് കള്ളുകുടിയില്ല, ചീറ്റുകടിയില്ല, തോന്നിവാസമില്ല, വ്യഭിചാരമില്ല, കളവ് പറയലില്ല, ഏഷ്യന് പറയലില്ല, ഒന്നുമില്ലാത്ത അള്ളാഹുമായി അവൻ ജോലി ചെയ്യുന്നു. അവൻ്റെ വീട്ടിലേക്ക് വരുന്നു, നല്ല സംസാരം സംസാരിക്കുന്നു, അവൻ നിസ്കരിക്കുന്നു, പോകുന്നു. ഇങ്ങനെയുള്ള നല്ല നല്ല ശാപയും അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വരുന്ന യുവാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അവൻ കളവ് പറയില്ല, അവൻ ചീത്ത പറയില്ല, അവൻ ആര് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയൂല, അവനാണ് യുവാവ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന യുവാക്കൾക്ക് വലിയ മഹത്വമുണ്ട്. അങ്ങനെയുള്ള യുവാക്കൾ വെച്ച് സ്വർഗത്തിലുണ്ട് അവിടുത്തെ നേതാവ്, സ്വർഗത്തിലുമുണ്ട് യുവാക്കൾക്കുള്ള നേതാവ്. അതാരാണ്? അൻ അബീ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസനു വൽ ഹുസൈനു സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന. ആരാ പറയുന്നത്? അബീ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അവർ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിലുള്ള യുവാക്കളുടെ നേതാവ്. സ്വർഗത്തിലെത്തിയാൽ ഒരുപാട് യുവാക്കൾ ഉണ്ടാകുമല്ലോ, അവർക്കൊരു നേതാവ് കൊടുക്കും. നമുക്ക് ഇവിടെ കാണുന്നില്ല, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അവിടെ ഒരു വലിയൊരു നേതാവായി തിരഞ്ഞെടുക്കുന്ന യുവാക്കളുണ്ടാകും. നല്ല ഉഷാറുള്ള യുവാക്കളെ നമ്മളെന്തിനും തിരഞ്ഞെടുക്കും. നല്ല പഠിക്കുന്ന കുട്ടികളെ, നല്ല സ്വഭാവമുള്ള കുട്ടികളെ, അച്ചടക്കമുള്ള കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഏത് വിഷയത്തിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ പാട്ട് പാടാൻ നല്ല കഴിവുള്ള നല്ല ഉഷാറുള്ള ആരെങ്കിലും കുറേ ആളുകളുണ്ടെങ്കിൽ അത് നല്ല ഉഷാരാരാ നോക്കുന്നു, അവരെ പിടിച്ച് നമ്മളെന്താക്കും, അവർ നോക്കിയിട്ട് പാട്ട് പാടിക്കും. അല്ലെങ്കിൽ ആരാണ് ഉഷാർ അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കും. അങ്ങനെ ഓരോ വിഷയത്തിലും ഓരോ ആളുകളുണ്ടാകും. എന്നാൽ സ്വർഗത്തിൽ ഉള്ള യുവാക്കളുടെ നേതാവായി അവിടെ പ്രഖ്യാപിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമാണ്. അൻ നബി സല്ലല്ലാഹു ഖാല റസൂലുള്ളാഹി അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന. സ്വർഗത്തിൻ്റെ യുവാവ്, സ്വർഗത്തിലുള്ള യുവാവുകളുടെ നേതാവ് അത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് ഹദീസിലൂടെ പറയുന്നത്. അതുകൊണ്ട് യുവാക്കളോട് പറയാനുള്ളത്, നമുക്ക് പ്രായമെത്തിയാൽ യുവാക്കൾ ചിന്തിക്കണം. യുവാക്കൾക്ക് വലിയ മഹത്വമുണ്ട്. ആ യുവാക്കൾ സ്വർഗത്തിലുള്ള യുവാക്കളുടെ നേതാവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനികൾ, യുവാവായിക്കുമ്പോൾ നമ്മൾ തോന്നിവാസത്തിലേക്ക് പോകുന്ന പ്രായമാണ്. നമ്മൾ എന്തിലേക്കെങ്കിലും പോകേണ്ട ചിന്ത വരുന്ന സമയമല്ലേ, നമ്മൾ എന്തെങ്കിലും തെറ്റിലേക്ക് പോകുന്ന സമയമാണ് യുവാക്കളായിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യുവാക്കളെ കഴിവുണ്ടാകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ യാ മഅ്ശറ ശബാബി മൻ ഇസ്തതഅ മിൻകുമുൽ ബഅത ഫല്യതസവ്വജ്. ബുഖാരിയിൽ കാണുന്നുണ്ട്. ഓ യുവാക്കളെ, യുവാ സമൂഹമേ, എൻ്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ നിന്ന് വിവാഹത്തിന് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം? നല്ല കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഭാര്യയെ പോറ്റാനും അതുപോലെ ഒരു ഭക്ഷണം കൊടുക്കാനും വീടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മഹർ കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫല്യതസവ്വജ്, വിവാഹം കഴിക്കണം. യുവാക്കളെ സംബന്ധിച്ചാണ് പറയുന്നത്. കാരണം യുവാക്കൾ നല്ല നിലക്ക് ജീവിച്ച് പോകാനാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയും. ഇത് പ്രായമെത്തിയിട്ടും അവർ വിവാഹം കഴിക്കുന്നില്ല, എല്ലാം ഉണ്ട്, കഴിക്കുന്നില്ലെങ്കിലോ
പിന്നെ കുറ്റത്തിലേക്കാവും പോകുന്നത്, തെറ്റായ മാർഗത്തിലേക്ക് അവൻ പോകും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം വളരെ വ്യക്തമായി പറയുന്നത്, പ്രായമെത്തിയാൽ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളണം. തെറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ള സമയമാണ്, മോശത്തേക്ക് പോകേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെയും പറയാനുള്ള കാരണം എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ യുവാക്കളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. കഴിവുള്ളവർ എന്ത് ചെയ്യണം? ബുഖാരിയിൽ പറയാണ്, യുവാക്കൾ തെറ്റിലേക്ക് പോകുന്ന പ്രായമാണ്, അവർ മോശത്തിലേക്ക് പോകേണ്ട ചിന്തകൾ വരുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. അങ്ങനെ വന്നുപോകും, സ്വാഭാവികമാണ്. യുവാക്കൾക്ക് പ്രായമെത്തുമ്പോൾ ചിന്ത മാറിപ്പോകുന്ന, അവരെന്തിന് തെറ്റിലേക്ക് പോകുന്ന സമയങ്ങളാണ്. കള്ളു കുടിച്ചു പോകും, വ്യഭിചരിച്ചു പോകും, സിനിമ നോക്കും, വേണ്ടാത്തൊക്കെ വരുന്ന സമയമാണ്. അതിനെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി നിർത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കൊള്ളണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനിങ്ങളെ, ജനലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. സ്വർഗത്തിൻ്റെ നേതാവായ ഹസൻ ഹുസൈൻ എന്നാണ് യുവാക്കളുടെ നേതാവ്. അവിടെ നിന്ന് കാണാനും അവരെ കാണാനും കണ്ടുവിട്ടാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ യുവാക്കൾക്കും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സും തഖ്വയും അള്ളാഹു നമുക്ക് നൽകാൻ കഴിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, ധാരാളം സലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഒരേ സലാത്ത് ചെല്ലിയാൽ 10 ഗുണങ്ങൾ 10 റഹ്മത്ത് അല്ലാഹു തരും. അതുകൊണ്ട് ആ നിലയ്ക്ക് ഒരു 10 സലാത്തുകൾ ചെല്ലണം. യൂട്യൂബിലൂടെ കാണുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ ബർക്കത്ത് നൽകട്ടെ. എല്ലാവരുടെ കാര്യങ്ങൾ അള്ളാഹു തആല ആസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആൾ ദുആരിക്കാൻ വേണ്ടി പറയുന്ന അള്ളാഹുവിടെ ഉദ്ദേശങ്ങൾ അള്ളാഹു ആസിലാക്കി കൊടുക്കുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഒരുപാട് ആളുകൾ ഖബറിലാണ് നമ്മൾ സ്നേഹിക്കുന്നു. ഒരുപാട് നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർക്ക് ഖബറിലാണ്. അള്ളാഹുടൊക്കെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഉലമാക്കൾ ആലിമീങ്ങളുണ്ട്. അള്ളാഹുടൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഇട്ട് കൊടുക്കുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സമയം നിങ്ങൾ ഇതിലൂടെ നോക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അതെല്ലാവർത്തേക്കും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.